Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി എന്താ പറയുക ഒരു പക്ക നാടൻ റെസിപ്പി അല്ല, കുറച്ചൊരു എബ്രോഡ് മിക്സ്ഡ് ആണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു സൗത്ത് ആഫ്രിക്കൻ ഡിഷാണ്. സൗത്ത് ആഫ്രിക്കൻ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചു കാലം മുന്നേ നമ്മളൊരു നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി ചെയ്താണ്. അതായത് ബ്രായ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞുള്ള അഭിപ്രായവും വന്നേ. ഈ ബ്രായ് ചിക്കൻ പഠിച്ചതേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആൻറ്റിയും അങ്കിളിൻ്റെന്ന്. അവർ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ മാത്രം നമ്മൾ കഴിച്ചാലൊക്കത്തില്ല, എല്ലായിടത്തും ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്. അതിനകത്ത് നമ്മുടെ ഒരു ആനീസ് ടച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ക കേരള ആയി, നമ്മുടെ നാവിന് നല്ല രുചിയായി എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുണ്ടാക്കുന്നൊന്നും രുചിക്കേടുണ്ടെന്നുള്ളതല്ല പറഞ്ഞത്, ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻറ്റി എന്നെ പഠിപ്പിച്ച ഒരു ഡിഷാണ്. അത് സൗത്ത് ആഫ്രിക്കൻ ഫിഷ് കറി. സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ടാണ് ഞാൻ സൗത്ത് ആഫ്രിക്കൻ ഫിഷ് കറി എന്ന് പേരിട്ടത്. അല്ലാതെ ഇതിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പേരിടാൻ അറിയാൻ മേല. പിന്നെ അന്നേരം ഇതിനകത്ത് വ്യത്യാസം നമ്മളെ വെച്ച് നോക്കുവാന്നേൽ ഇതിന് കുറച്ചൊരു പുളി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അത്രയും നമുക്ക് പുളി അതിൻ്റെ അത്രയും ആവശ്യമില്ല. പക്ഷേ പുളി ചേരേണ്ട കംപ്ലീറ്റ് പുളികളുള്ള സകല ഇൻഗ്രീഡിയൻസിനകത്ത് ചേരുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടുകയില്ല. നമുക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ചേർത്തേച്ചാൽ മതി. ചേർക്കുമ്പോൾ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി പോലും ഞാൻ അതിന് വേണ്ടുന്ന പോലെ ചേർത്തേ പോത്തുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഇത്ര ടൊമാറ്റോ ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും ഒരളവിന് വ്യത്യാസം വരുവേ. അതുകൊണ്ട് ഇനി എന്നാ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് നോക്കാം. സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഹെർബ്സും മറ്റു കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വെച്ചേച്ചാൽ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇതിന് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു വെജിറ്റബിൾ ഓയിലിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ മീൻ വേണം. മീനിനകത്ത് പെരട്ടി വെക്കാനുള്ളത് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് ഇത്രയും പെരട്ടി വെച്ചേച്ച് വേണം ബാക്കി അരിയാനൊക്കെ എടുക്കണം. അപ്പം അത് കുറച്ച് നേരം ഒന്ന് പിടിക്കുവേ. പിന്നെ വേണ്ടിയത് ഒരു 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ടൊമാറ്റോ അരച്ചെടുത്തതാണ്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഫിഷ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചാൽ മതി, മല്ലിയില, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഒരു കട്ടി തേങ്ങാപ്പാൽ, പിന്നെ ഇച്ചിരി പഞ്ചസാര. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ മീൻകറി. ഇനി ഇതിനുള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി സമയം എടുക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണം, പാൻ ഒന്ന് ചൂടാക്കി വെച്ചാൽ ഇത് ചട്ടിക്കകത്ത് വെക്കുവാന്നേലാന്ന് ഏറ്റവും ടേസ്റ്റ് ഇടാം. മീൻകറി ചട്ടിക്കകത്ത് വെക്കുന്നതിനാണ് രുചി. പക്ഷേ ഇതിനകത്ത് വറക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു 10 പാത്രം കഴുകണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസവും കൊണ്ട് ഒറ്റ പാത്രത്തിൽ ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചട്ടിക്കകത്ത് മീനിട്ട് വറക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഞാനിന്ന് പാൻ എടുക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന മീൻ ഒന്ന് വറുത്ത് കിട്ടണം. ഡീപ്പ് ഫ്രൈ അല്ല, പക്ഷേ എന്നാൽ ഒരു ഷാലോ ഫ്രൈ ആന്നു. ഷാലോ ഫ്രൈക്ക് ഒരു എത്രമാത്രം ഒരു മീൻ ഇടാൻ നോക്കുമോ അത്ര ഇടുന്നതാണ് നമുക്ക് ഗ്യാസിന് ലാഭവും എണ്ണയും ലാഭവും എല്ലാം ലാഭം. അങ്ങനെ ഒരു വീട്ടമ്മ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാട്ടോ. അതുകൊണ്ട് എണ്ണ ചൂടാക്കിയിട്ട് ഫസ്റ്റ് മീൻ വറുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എണ്ണ ചൂടായിട്ട് ഇത് മീൻ ഇതിനകത്തോട്ട് ഇടുക. ശരിക്കും കറി വെക്കുമ്പോൾ വറുത്ത് വെച്ചാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും കേട്ടോ. അല്ല ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ അല്ലാതെ ഞാൻ പറയുന്നില്ല. ഒരു ഷാലോ ഫ്രൈ എങ്കിലും ചെയ്ത്, അതായത് ഒരുപാട് എന്താ പറയുക പൊടിയൊന്നും ചേർക്കാതെ വെറും ഉപ്പും കുരുമുളകും പുരട്ടി വെച്ച് ചുമ്മാ വറുത്തെടുത്തിട്ട് നമ്മൾ സാധാ വെക്കുന്ന ഒരു കറിക്ക് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പൊട്ടിപ്പോവാതെ സാധിക്കുവേ. നമ്മൾ ആദ്യമായിട്ടൊക്കെ മീൻ വെക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് മീൻ അങ്ങ് പൊട്ടിപ്പോകുമെന്ന് പറയും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തേച്ച് മീൻകറിയിലോട്ട് ഇടുവാന്നേൽ ഒരു ഇച്ചിരി സ്വാദ് കൂടുതലും കിട്ടും. മാത്രമല്ല മീനൊട്ട് പൊരിയേയില്ല. ഇനി ഇതിനെ ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കുക. മീൻ വറുക്കുമ്പം എന്നാ പറഞ്ഞാലും ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്താൽ ആ മീനിനകത്തും ആ ഫ്ലേവർ വരും. എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിവേപ്പില കറിയിലോട്ട് ഇടുകയും വേണ്ട എന്ന് ഞാൻ പറയല്ല. ഞാൻ വെക്കുന്ന കറി ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചും ഇടും, ഇതിനകത്തും ഇടും. അതുകൊണ്ട് ഇച്ചിരി സമയം ഇതൊന്ന് വറുക്കാനെടുക്കാം.
കഴിഞ്ഞാൽ മീനിൻ്റെ ഒരു ലൈറ്റ് ആ മീനിൻ്റെ നിറം തന്നെ ആ ഒരു വൈറ്റ് കളർ അതിനകത്ത് തന്നെ വേണം. ഒരുപാട് നമ്മൾ മീൻ വറുക്കുന്ന പോലെ അങ്ങ് ബ്രൗൺ കളറാക്കിയേക്കരുത്. ഇനി ആ ബാക്കി എണ്ണയിലോട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ടൊമാറ്റോ ഉള്ളി ഇതിനകത്തോട്ട് ഉള്ളിയുടെ കൂട്ട് ഇപ്രാവശ്യം ഒരുപാട് വേണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു തിക്ക് ഗ്രേവിക്കകത്തോട്ട് ഒരു എന്നാ പറയുക ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രേവി ഇല്ലേ, അങ്ങനത്തെ ഗ്രേവി അല്ല ഉണ്ടാക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ചേർക്കുന്നതായതുകൊണ്ട് ഉള്ളി ഒരുപാട് നമുക്ക് ആവശ്യമില്ലേ. ഇതൊരു മുഴുത്ത ഒരു ഉള്ളി അരിഞ്ഞേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു ഫുൾ ടീസ്പൂൺ നിറച്ച് ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവണേ. ഉള്ളിക്ക് നല്ല മൂക്കണം, അതായത് അത് ബ്രൗൺ കളർ തന്നെ ആവണം. ഇത് തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഉള്ളി ഒരുപാട് ഇങ്ങനെ എന്നാ പറയുക ഒരു വെന്ത് വരുന്ന ഉള്ളിയല്ല, നല്ല മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് അത് അങ്ങ് ചേർന്ന് പോയിക്കോളൂ. അപ്പോൾ അത് കറിയായിട്ട് തന്നെ വരും. അതുകൊണ്ട് നമുക്കത് ഉള്ളി ഏകദേശം മൊരിയുന്നിടം വരെ വഴറ്റണം. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. ഇഞ്ചി കുറഞ്ഞാലും വെളുത്തുള്ളി കുറയ്ക്കേണ്ട, 1.5 ടീസ്പൂണോളം ഇട്ട് ഇഞ്ചി ഒരു ടീസ്പൂൺ നിറച്ചിടുക. അതായത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് തന്നെ ഇടണേ. അതല്ല നീളത്തിൽ ഇടുന്നതല്ല, അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിലും റേഷ്യോ വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറയുന്നത് അരിഞ്ഞ് ചേർക്കാനേ. നമ്മുടെ ഉള്ളി ആ ഒരു കുഞ്ഞ് ബ്രേക്കിൽ തന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കുമല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാന്ന് ശ്രദ്ധിക്കണ്ടേ, നമുക്ക് ഈ ടൊമാറ്റോ ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്താൽ മതി. എന്നാന്നോ അത് കൂടുതൽ ചേർക്കുവാന്നേൽ എങ്ങാനും നമുക്ക് പുളിയുടെ ഒരളവ് തെറ്റിപ്പോയാൽ പിന്നെ ഒന്നേന്നെ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പം അരിഞ്ഞു വെക്കുന്ന ഒരു മുഴുത്ത ടൊമാറ്റോ അരിഞ്ഞു വെച്ചത്. അപ്പോൾ അതിൻ്റെ പകുതിയേ ഇടുന്നുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്നുള്ളത് ടൊമാറ്റോ നമ്മൾ വെന്ത് വാങ്ങാറാവുകയല്ലേ, കറിയെല്ലാം ആയി ഒന്ന് വാങ്ങാറാവുമ്പോഴത്തേക്ക് ആ ചൂടിൽ ഒന്ന് ഇച്ചിരി ടൊമാറ്റോ ഇട്ടേച്ചാൽ മതി. അത് കൂടുതലൊന്നും ചെയ്യല്ല. അതെന്ന് വെച്ചാൽ ഇതിനൊരു പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന കറിയാണ്. ഇതിൻ്റെ കൂടാതെ തന്നെ ഒരു 2 നിറച്ച് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ അരച്ചു വെച്ചതും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ചതാണ്. ഇനി ഈ വെള്ളത്തിനകത്ത് തന്നെ ഇതെന്തായാലും ടൊമാറ്റോയുടെ വെള്ളം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്തോട് തന്നെ നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാം. അതും എല്ലാം കുറേശ്ശെ, അതായത് മഞ്ഞൾപ്പൊടി നമുക്ക് മീൻകറിക്ക് ചേർക്കുന്ന കൂട്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി 1/4 മതി. നമ്മൾ ജീരകമൊക്കെ ഇടുകയല്ലേ, പൊട്ടാനിടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എണ്ണയിൽ ഒരു പിഞ്ച് ഇങ്ങനെ നമ്മുടെ കടുക് പോലെ ഇടുന്ന പോലെ അത് എത്ര പൊടിച്ചാൽ കിട്ടും അത്രയും മാത്രം ജീരകം ഇട്ടേച്ചാൽ മതി. അഥവാ പൊടിക്ക് അങ്ങനെ ഒരു കണക്ക് വ്യത്യാസം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഇടുക ഒഴിക്കുമ്പോഴത്തേക്ക് ഉള്ളി വഴറ്റുന്നതിന് മുമ്പ് ഒരു 2-3 ജീരകം അങ്ങിട്ട് പൊട്ടിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, അത് 1/4 ടീസ്പൂണോളം നിറച്ചിടണ്ട, കുറച്ചിട്ടാൽ മതി. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഫിഷ് പൗഡർ, അത് 1 ടീസ്പൂൺ. ഈ പൊടിയെല്ലാം ഇട്ടേച്ച് ഒന്ന് മൂക്കണം. മൂത്ത ആ എണ്ണയും കൂടെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചേർക്കാൻ ഒക്കുള്ളൂ. ഇതിനകത്തോട്ട് ഒരു 2 കറിവേപ്പില ഇട്ടോട്ടെ. തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ ആ പൊടിയെല്ലാം ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ആ തക്കാളിയിലെ എണ്ണ ആ വെള്ളം മുഴുവൻ തന്നെ പൊടി ചേർക്കുമ്പോൾ പൊടിയിലോട്ട് മുഴുവൻ അങ്ങ് ബൈൻഡാവും. പിന്നെയാണ് നമ്മൾ ആ എണ്ണ തെളിയിക്കാൻ ഒരു ഇച്ചിരി പ്രയാസം വരെന്ന് തോന്നുന്നത്. അന്നേരം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് എണ്ണ തെളിയുവേ. പെട്ടെന്നല്ല, അതാ എന്നാ പറയുക, മൂത്ത് അതിനകത്ത് ആ എണ്ണ തെളിയാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ്. ഇതെല്ലാം നല്ലോണം മൂക്കുക. അതായത് നമ്മുടെ പൊടി മുഴുവൻ നല്ലതായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനാ ചുവ വരുവേ.
എന്നാന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും, ഗരം മസാലയുടെ ചുവയൊക്കെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് മാറണം, ആ മീൻ കറിയോടുകൂടി ചേരണം, എന്നാലേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ആ പൊടിയെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു നുള്ളു പഞ്ചസാര മതി, അതായത് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആവും. ആ പഞ്ചസാരയും കൂടെ ഒച്ചിരി ഒന്ന് അലുത്ത് ഒന്ന് ഇച്ചിരി ബ്രൗൺ ആയി നമ്മുടെ ആ അരപ്പുണ്ടല്ലോ, പൊടി ഒന്ന് നമ്മളിങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്ക് അടി ഒന്ന് മൂത്ത് വരുവേ. ആ സമയത്ത് ഒരു പുളി എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തേച്ച് അത് പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളമാണ്. പക്ഷെ അങ്ങനെ എടുത്താൽ പോലും ഞാൻ പറയുന്നത് നോക്കിയേച്ചേ ഒഴിക്കാവുള്ളൂ. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഒഴിക്കാം. പിന്നെ മീൻ കറിയല്ലേ, അന്നേരം പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഫിഷ് പൗഡറിനകത്ത് ബേസിക്കലി ഇച്ചിരി എരിവുള്ള കൂട്ടത്തിലാണ്, അപ്പം അത് ചേർത്തേച്ചാലും മതി. പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, പക്ഷെ എന്നാലും ആ ഗ്രേവിക്ക് വേണ്ടി ഒരു ഇച്ചിരി കൂടി ഉപ്പിടുക. ഇപ്പം എണ്ണയൊക്കെ സൈഡിൽ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇച്ചിരി വെള്ളവും. 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുക്കാൻ മടിച്ചിട്ടാട്ടോ ഈ ഒരു എളുപ്പവഴി കാണിക്കുന്നത്. വെള്ളം ഒഴിക്കുന്ന അനുസരിച്ചാണ് ഞാനുള്ള കാര്യം പറയാം. നമ്മുടെ മീനിൽ നിന്നും വെള്ളം ഇറങ്ങാനില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴിച്ചേച്ച് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, അതായത് ഫുൾ അരപ്പും എല്ലാം ആയി കഴിഞ്ഞു ഇതിനകത്ത്, എന്ന് വെച്ചാൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് മീനിടുക. മീനിട്ടിട്ട് മീനിനും പൊക്കത്തിലിങ്ങനെ നികത്ത് നിൽക്കുവാന്നേൽ അത്രയും വെള്ളം മതി. കാര്യം എന്ന് വെച്ചാൽ ഇനി 1/2 കപ്പോളം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് മതി നമ്മുടെ ഗ്രേവി. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഇച്ചിരി ചാറ് കൂടുതൽ വേണമെന്ന് തോന്നുവാന്നേൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് ചേർക്കുക. ഇതല്ല ഒരു മീഡിയം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അല്ലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ആന്നേൽ നമുക്കൊരു മീഡിയം സെമി ഗ്രേവി മതിയാവും, ഒരുപാട് ചാറ് പോലെ ആക്കേണ്ട. പിന്നെ ഇതെല്ലാം പോയിട്ട് എല്ലാവർക്കും നല്ല ചാറോടുകൂടി മീൻകറി കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്തിട്ട് 2-ാം പാലിലേക്ക് നമ്മൾ മീനിട്ട് വേവിച്ച് ഒന്ന് ആ ഗ്രേവി ആക്കുക. പിന്നെ വാങ്ങാറാകുമ്പം തലപ്പാൽ ഒഴിച്ചേച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഈ അരപ്പ് തിളച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന മീനും കൂടെ ചേർക്കുക. നിറച്ച് കറിവേപ്പിലയല്ല ഞാൻ ആ മീൻ വറുത്തപ്പോൾ തന്നെ ഇട്ടായിരുന്നേ, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇടണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇടും, അത് ലാസ്റ്റ് വാങ്ങാൻ നേരം ഇടും. പക്ഷേ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇടുവാണേ. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ മീൻ കറിക്കകത്തോട്ടൊന്ന് ഇറങ്ങിയേക്കട്ടെ. പിന്നെ മല്ലിയിലയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റിയുള്ള ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി മീൻ ഒന്ന് തിളച്ച് നമ്മുടെ ഗ്രേവി ആയിട്ട്, അതായത് ഗ്രേവിയിലുള്ള എരിവും ഉപ്പും അതും എല്ലാം മീനെ പിടിക്കണം. മീനിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന കുരുമുളക് എല്ലാം തിരിച്ച് ഗ്രേവിയിലോട്ടും ആവണം. അതായത് നല്ലൊരു കമ്പൈൻ വർക്ക് ഇതിനകത്ത് നടന്നാലേ നല്ല മീൻകറി ആവത്തുള്ളൂ. പിന്നെ എനിക്ക് ഇതിനകത്ത് വേറെ ജോലി ഒന്നുമില്ല. ഇനി ഉപ്പും പുളിയും ഒന്ന് തിളച്ച് മീനൊന്നും ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം നോക്കുക. പോരാന്ന് തോന്നുവാന്നുള്ളതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കുക. ചേർത്തിട്ട് ചെറിയ സിമ്മേ വെച്ചേച്ച് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ പിന്നെയും ഒന്ന് നോക്കുക, കുറവുണ്ടതൊക്കെ നോക്കുക. പിന്നെയും കുറവാന്ന് പറഞ്ഞ് ചേർത്ത് വെച്ച് പിന്നെ തലപ്പാൽ ചേർക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാവില്ല. ആദ്യമേ നമുക്കറിയാമല്ലോ ആ ബാലൻസും കണക്കുമല്ല. അതനുസരിച്ച് ചേർത്തിട്ട് മീനൊന്ന് തിളച്ച്
ഓൾമോസ്റ്റ് എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കൊന്ന് നോക്കുക, എന്നാത്തിൻ്റെ കുറവാന്ന് നോക്കിയേച്ച് അത് മാത്രം ചേർക്കുക. ചേർത്തിട്ട് ചെറിയ സിമ്മേ വെക്കുക. ചെറിയ സിമ്മേ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ഗ്രേവി, അതായത് തലപ്പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത്ര ഗ്രേവി മതി എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ഒരു ഗ്രേവി ആകുമ്പോഴത്തേക്ക് തലപ്പാൽ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണ്ട, ഒന്ന് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്താൽ മതി. ഇത്രയും മാത്രമേ ഉള്ളൂ ഇത്. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞതെല്ലാം ഒരു ചെറിയ സിമ്മയിലിരുന്ന് വേണം നമ്മുടെ മീൻകറി ആവാൻ. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. ഈ മീൻകറി ഒരുപാട് സ്പൈസി അല്ല, ഒരു മീഡിയം സ്പൈസ് മാത്രമേ ഉള്ളൂ. മീഡിയം സ്പൈസ് ആക്കാൻ കാര്യമുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയായിരുന്നു. ഇതിന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ കാര്യം എന്നാണെന്നറിയാമോ? നായകനോട് തുല്യ പ്രാധാന്യം ഉള്ളതാണ് വില്ലൻ, അല്ലേ? വില്ലൻ വേഷം ചെയ്യുന്നവർക്ക്. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇവർ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്ഫടികം ജോർജ് ചേട്ടൻ വന്നിട്ടുണ്ട്, രാജ് ചേട്ടൻ വന്നിട്ടുണ്ട്, മേഘനാഥൻ ചേട്ടൻ വന്നിട്ടുണ്ട്, ഇവരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുക, എനിക്ക് രഘുവേട്ടനും കൂടെ വന്നാലേ, അതായത് രഘുവേട്ടനും കൂടെ എൻ്റെ അടുക്കളയിൽ വന്നാലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ എന്നാണ് എനിക്കൊരു വിശ്വാസം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ രഘുവേട്ടൻ ഒറ്റയ്ക്കല്ല, ചേട്ടനാണെങ്കിൽ പേരക്കുട്ടികളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുക്കളയിലോട്ട് വരുന്നത്. ചേട്ടാ വന്നു കഴിഞ്ഞല്ലോ. വരൂ, നമസ്തേ. എന്താണ് പുതിയ പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്? അതെ, ചേട്ടന് വരുമ്പോ എനിക്ക് കാര്യമായിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. ഓക്കെ, ഇതിനകത്ത് നേരത്തെ ഈ ഉപ്പും പുളിയും എല്ലാം നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ സൈഡിൽ നിന്ന് ആനയുടെ ഏരിയയിൽ നിന്നാണ് ഞാനും വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉപ്പ് പുളി അതിന് വേണ്ട എല്ലാ മിശ്രിതങ്ങളും മിക്സ് ചെയ്ത് അതിനൊരു പ്രത്യേക പറഞ്ഞപ്പോൾ വായിക്കാത്തൊരു വെള്ളം തൂർന്നില്ല. അതാണ്. അപ്പോൾ അങ്ങനെ അത് കിട്ടുക, അത് ഇവിടെ വന്ന് കഴിക്കുക എന്നുള്ളത് എന്നെക്കാട്ടിൽ താല്പര്യം എൻ്റെ വൈഫിനായിരുന്നു. കാരണം ആനയുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് ഇവള് ആ മുറി വിട്ട് എങ്ങും പോവുകയോ അല്ലെങ്കിൽ വന്നൊരു ആഹാരം വിളമ്പിത്തരാൻ പറഞ്ഞാൽ തരൂല്ല. കാരണം ആനിയെ കാണണം, സുന്ദരിയായ ആനിയെ കണ്ടുകൊണ്ട് മോളുടെ എല്ലാ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അവിടെ നിന്ന് വിട്ട് മാറുകയല്ല. ഇങ്ങോട്ട് നീങ്ങി നിന്നേ, ഞാനൊന്ന് ചേച്ചിയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. താങ്ക് യു. ഇങ്ങനത്തെ ചേച്ചിമാർ എന്നെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ എന്നെ ഇത്രയും കരുതലോടെ കാണുന്നെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. പിന്നെ ഇത് എൻ്റെ 2 കൊച്ചു മക്കളാണ്. ഇത് ഞാൻ കണ്ടാൽ മാത്രം പോരാ, എന്റെ പ്രേക്ഷകരും കൂടെ കാണും. ഇത് എൻ്റെ മൂത്ത മോൾ രാധികയുടെ മോനാണ്. ഇത് ഏറ്റവും ഇളയ മോള് രേവതിയുടെ മക്കളാണ്. അവരോട് ചോദിക്കും. രണ്ടുപേരും കൂടെ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരാൾ പറഞ്ഞേ ഭഗവത്. മക്കളുടെ പേര് നിരഞ്ജന. ഓക്കെ, ആരാടാ പേരിട്ട്? അമ്മയാന്നോ? ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ കൊച്ചെ? 2ാം ക്ലാസ്. മോളോ? 2ാം ക്ലാസ്. രണ്ടുപേരും എന്നാ വിളിക്കുന്നത്? ഇവരെ രണ്ടുപേരും എന്നാ വിളിക്കുന്നത്? അപ്പൂപ്പ എന്നാണോ അമ്മൂമ്മ എന്നാണോ എന്നാ വിളിക്കുന്നത്? മോള് എന്നാ വിളിക്കുന്നത്? എങ്ങനെ? ഞാൻ എൻ്റെ അപ്പൂപ്പത്തെ വിളിക്കുന്നത് ചാമി, പിന്നെ എന്നെ അമ്മൂമ്മ വിളിക്കുന്നത് അമ്മൂമ്മച്ചി. അമ്മൂമ്മച്ചി, അത് ഒക്കെ സ്നേഹം കൊണ്ട് കൂടിയൊക്കെ നമ്മളായാലും വിളിക്കും. ഇതെന്നാ ചാമി എന്ന് വിളിച്ചേ? പക്ഷെ ഞാൻ കുഞ്ഞിലെ ചാമി ഓഡിയൻസ് കാണും. പക്ഷെ ചാമി തലത്തോട് വെച്ചിട്ട് സ്വാമി 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ സംഭവം സ്വാമി സ്വാമി എന്ന് പറഞ്ഞ് തുള്ളുമ്പോ അറിയാതെ ആ സ്വാമി ചാമിയായി. അതായത് കൊച്ചിലെ ഇവിടെ ഇങ്ങനെ തോളലെടുത്ത് വെച്ചിട്ട് സ്വാമിയെ അയ്യപ്പോ സ്വാമി അത് പറയും. അങ്ങനെ അപ്പൊ എല്ലാരും ചിരിച്ചു. അതങ്ങനെ സ്വാമിയായി അവസാനം അവൾക്കത് അവളുടെ ശരിയായിട്ടുള്ള സംസാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് ചാമിയായി. പിന്നെ ശരിയായിട്ടുള്ള സംസാരം തുടങ്ങിയപ്പോ അത് ചാമി. അതെ, പിള്ളേരെ എന്നാ വിളിക്കുന്നത്? പിള്ളേരെ ഇങ്ങനെയാ വിളിക്കുന്നത്. രഘുവേട്ടന് പിള്ളേരെ മക്കളെ മാത്രമേ വിളിക്കൂ. പിന്നെ ഇവളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അങ്കരപ്പച്ചാണ്ടി. എന്താ? അങ്കരപ്പച്ചാണ്ടി. അങ്കരപ്പച്ചാണ്ടിയോ? നല്ലൊരു പേരുള്ളതല്ലേ? അല്ല, അതെന്താണെന്ന് വെച്ചാല് അവളെ ആ കുട്ടിക്കാലത്ത് ഇങ്ങനെ വിളിച്ച് പച്ചാണ്ടി എന്ന് വിളിച്ച് പിന്നെ അങ്കരപ്പച്ചാണ്ടി എന്നായി. അപ്പൊ ഉമ്മുക്കുട്ടി എന്നാണ് അവളെ ഞങ്ങളൊക്കെ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രം അങ്കരപ്പച്ചാണ്ടി വിളിച്ച്. ഇപ്പൊ ഇവളുടെ റിലേഷനുള്ള ഇതേ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇപ്പൊ എന്നെ വിളിക്കുന്ന അങ്കരപ്പച്ചാണ്ടി.
ഭീമൻ രഘു എന്നുള്ള പേര് ഇപ്പൊ പിള്ളേര് മാറ്റി അങ്കര പച്ചാണ്ടിയാക്കി. പിന്നെ ഞാനത് ഇത് ചെയ്തില്ല. കാരണം എന്താ അറിയോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണല്ലോ പിന്നെ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇനി അങ്കര പച്ചാണ്ടി എന്ന് വിളിച്ച ഒരു ചാൻസ് നമുക്കൂടെ കിട്ടിയ. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം, രഘുവേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലായാലും എന്റെ ഈ ഒരു അടുക്കളയിലായാലും ഒരു ഓളം തന്നെ. വന്ന് കേറിയപ്പോ തന്നെ കണ്ടില്ല എന്നാ ബഹളം വെച്ചേച്ചാ നമ്മുടെ അടുക്കളയിലേക്ക് കേറി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ രഘുചേട്ടനെ ഞാൻ ശരിക്കും ഫസ്റ്റ് ഫിലിം തൊട്ട് നമ്മൾ കാണും, പിന്നെ അന്ന് തൊട്ട് കാണാൻ തുടങ്ങിയതാ. ഇവിടെ വന്നപ്പോ ആനയെ ഞാൻ അന്ന് കണ്ട ആനയെക്കാട്ടിലും സുന്ദരിയായ ആനയാണ് കാണാൻ സാധിച്ചത്. അതിൻ്റെ യഥാർത്ഥ അവകാശം അല്ല, എൻ്റെ യഥാർത്ഥ ആളാരെന്ന് വെച്ചാൽ ഷാജി കൈലാസനാണ്. കാരണം വീട്ടിൽ എപ്പോഴും ബഹളങ്ങളില്ലാതെ സുന്ദരമായ ഒരു ലൈഫ് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് ഒറ്റ തെളിവാണ് ഈ നിൽക്കുന്നത് ഈ സുന്ദരിയായ ആന. ഇപ്പോൾ ആനയുടെ കുടുംബം എന്നുള്ളത് മാത്രമല്ല, ഒരു കുടുംബത്തിൽ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, കുടുംബിനിയെ കണ്ടു കഴിഞ്ഞാൽ, അല്ല കുടുംബിനെയല്ല പെമ്മക്കളാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ വീടിൻ്റെ പ്രയാസം അവരുടെ മുഖത്തുണ്ട്. മുഖം മനസ്സിൻ്റെ കണ്ണാടി, മന്ദസ്മിതം നിലാവിൻ്റെ പൂവാടി, സ്വരം വികാരത്തിൻ തരംഗിണി, പ്രാണസഖി നീ. കുറച്ചുകൂടെ റൊമാൻറ്റിക് ആവും, പരിസരമൊക്കെ മറന്നു പോകും. നമുക്കൊരു കാര്യം ചെയ്യാം രഘുചേട്ടാ, നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. അതല്ലേ നല്ല ചേച്ചി. അതാണ് വരും മക്കളെ. രഘുവേട്ടന് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു നല്ലൊരു പാട്ട് പാടിയേ. അപ്പം ഈ പണ്ട് ശ്രീനേട്ടൻ ഒരു പടത്തിൽ ഞാൻ ശ്രീനേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്നറിയോ, ഈ കാക്കി കുപ്പായത്തിനകത്തും ഒരു കലാകാരൻ എന്ന് പറഞ്ഞ പോലെ ഈ വില്ലൻ എന്ന് പറയുന്ന വില്ലൻ കുപ്പായത്തിനകത്തും ഒരു പാട്ടുകാരനുണ്ട് എന്നുള്ളത് ശരിക്കും പ്രേക്ഷകർക്ക് അറിയാം. പക്ഷെ എന്നാലും ഈ പാട്ടുകാരൻ എപ്പോഴും ഉള്ളിനകത്തോട്ട് കയറിയേ? അത് പാട്ടുകാരനുള്ളിൽ കയറിയത് ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അത് പറയുന്നതിന് മുമ്പൊരു കാര്യം, ഞാൻ ഈ പ്രാവശ്യം അയ്യപ്പനെ പറ്റി പാടിയ ഒരു കാസറ്റ് ഞാൻ ആനിക്ക് തരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പണ്ട് മുതലേ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതൽ ഈ പാട്ടുകൾ, പ്രത്യേകിച്ച് ദാസൻ്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അത് അന്ന് ഈ മറ്റേ ടേപ്പാണല്ലോ കറക്കി എടുക്കുന്നത്. അപ്പോൾ അത് സി ഡി ഒന്നും ഇല്ലാത്ത കാലമല്ല. അപ്പോൾ അതിങ്ങനെ ഇട്ട് കേട്ട് 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 ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അത് പഠിച്ചിരിക്കും. അങ്ങനെ പാട്ടിലേക്ക് ഞാൻ വന്നതാണ്. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, അന്നേ ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചുണ്ട്, പക്ഷെ അത്രയും എനിക്ക് അത് ചോദിക്കാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കാൻ പോവാ, ഭീമൻ രഘു എന്ന് പറയുന്നത്, ഈ ഭീമൻ എന്ന് പറയുന്ന ആ ഒരു പേര് ചേട്ടൻ്റെ കൂടെ കൂടിയത് എപ്പോഴാണ്? അത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതായത് അതൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭീമനല്ല, ഒരു വില്ലേജ് സബ്ജക്റ്റാണ് അതിനകത്ത്. അപ്പോൾ ഒരു റെസ്ലറുടെ സബ്ജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് അവർ ടൈറ്റിൽ ഈ സബ്ജക്റ്റ് ആക്ച്വലി ചെയ്യാൻ വെച്ചിരുന്നത് ജയനായിരുന്നു, മരിച്ച ജയനായിരുന്നു. അപ്പോൾ ജയന് വേണ്ടി വെച്ച ആ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ആരിഫ എൻ്റർപ്രൈസിൽ ആരിഫ ഹസനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ജോഷേട്ടനൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്ടർ പേര് വന്നത് ആരിഫ ഹസൻ തന്നെയാണ്. അപ്പോൾ ആ സമയത്താണ് ജയൻ മരിക്കുന്നതും ജയൻ്റെ ഡെഡ് ബോഡി ട്രിവാൻഡ്രം എയർപോർട്ടിൽ കൊണ്ടുവരുന്നതും എന്നെ അവിടെ വെച്ച് ഇവർ കാണാനുള്ള യൂണിഫോമിൽ കാണാനുള്ളതും. അങ്ങനെ അവർ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യക്കുറവായിട്ടൊന്നുമില്ല, പക്ഷേ എന്നെ മതിയാകുമോ നിങ്ങൾക്ക് സിനിമയിൽ എന്ന് ചോദിച്ചു. കാരണം ഞാൻ കോളേജിലൊക്കെ വെച്ചിട്ട് നാടകം എന്നൊക്കെ പറഞ്ഞ്, ആ നാടകം എന്ന് പറയുന്നത് അതിലും വലിയ രസമാണ്. കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന കാലത്ത് ബാലേന്ദ്രമേനോൻ മറ്റേ നാനയുടെ ഇതായിട്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് മാസ്റ്റർ രഘുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ബാലേന്ദ്രമേനോൻ ഞാൻ താമസിക്കുന്ന മുറി വന്നിട്ട് ഒരു ബഹളമൊക്കെ ഉണ്ട്, തലയിലെ കെട്ടുമൊക്കെ കെട്ടി മാസ്റ്റർ രഘു എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ആ ഒരു ടൈം അത് കഴിഞ്ഞിട്ട് അപ്പം നാടകത്തിൻ്റെ കാര്യങ്ങളും ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രമേനോൻ്റെ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ കേട്ട് ഞങ്ങൾ പിന്നെ ബാലേന്ദ്രമേനോൻ്റെ ഒരു ആരാധന ആയിട്ട് കുറേ നാൾ നടന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ ജോലി ചെയ്തപ്പോൾ ആ സമയത്താണ് ഇവരും അതിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു ഇതുണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
പറഞ്ഞു വരാം. അപ്പോൾ അവർക്കൊന്ന് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇയാൾ സിനിമയിൽ എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഞാൻ മദ്രാസിൽ വിളിക്കുന്നു. ഞാൻ മദ്രാസിൽ ചെല്ലുന്നു. ബാലേട്ടനുണ്ട്, പൊന്നമ്മ ചേച്ചിയുണ്ട്, പപ്പോട്ടനുണ്ട്, മറ്റേ പൊക്കം കുറഞ്ഞൊരു ഉള്ള പേര് അതിനകത്തെ ഹീറോയിനാണ് റാണി പൽപ്പിൽ. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിട്ട് എന്നെ പിടിച്ച് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. പൊന്നമ്മ ചേച്ചിയുടെ മകൻ ഇന്നത് പറയണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്നെ കഴിവിനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അത്ര എനിക്ക് പറയാൻ ചിലതൊക്കെ എനിക്ക് മുഴുങ്ങിപ്പോണ്ടി വന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഫിലിമിലാക്കി നേരെ തിരുവനന്തപുരത്ത് വന്നു. അവിടെ തിയേറ്ററിൽ ഡിസ്ട്രിബ്യൂട്ടർ ഒരു തിയേറ്ററാണ്, ചിത്ര തിയേറ്റർ. അവിടെ ഇട്ട് ഇത് എന്നെ കാണുമ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നത് ഫിലിം, ഇതാണ് സിനിമ, ഞാനാണിത്. അപ്പോൾ ആ മാസം തന്നെ ഒരു ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തു. അതാണ് ഭീമൻ. അതായത് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അത് ആദ്യം എടുത്ത ട്രയൽ പോലെ? ട്രയൽ ചുമ്മാ ഒന്ന് എടുത്തെന്നുള്ളൂ. പിന്നെ പടം തുടങ്ങുമായിരുന്നു. ഓക്കെ. അങ്ങനെ തുടങ്ങിയേച്ച് പിന്നെ ഫിലിം ഷൂട്ട്. ഓക്കെ. രഘുവേട്ടന് ശരിക്കും ജെയിൻ സാറുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്. റിസംബ്ലൻസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ടെസ്റ്റ് ഡോസ് എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയമായി. അതെങ്ങനെ അത് വന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ജെയിൻ നേവിയിലായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരേ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. 1.5 വർഷം 2 വർഷം. രാവിലെ എഴുന്നേൽക്കുക, ഓടുക, ചാടുക, അത് കഴിഞ്ഞ് അതിന് മറ്റുള്ള ജോലികൾ, അത് കഴിഞ്ഞിട്ട് പരേഡുകൾ. അപ്പോൾ ഇത് ഏകദേശം മിലിറ്ററിയും പോലീസിൻ്റെയും ട്രെയിനിങ്ങുകളെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇതുവരെല്ലാം വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ മിലിറ്ററി അല്ലേ, ഇവരുടെ അച്ഛൻ മിലിറ്ററിയിലെ വലിയൊരു ഓഫീസറായിരുന്നു. അപ്പോൾ ആ മിലിറ്ററിയും പോലീസും ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ അറിയാം അവരുടെ വാക്കിങ്ങും ഇവരുടെ സ്റ്റൈലും ഇവരുടെ ടോക്കും ഇവരുടെ ലുക്കും ഇതെല്ലാം ഒരു മിക്കവാറുള്ള ഏകദേശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പേഴ്സണാലിറ്റീസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങനെയാണ് ഇവരെ വാർത്തെടുത്തത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ജയൻ അങ്ങനെ വന്നതും ഞാനിപ്പുറത്ത് ഇങ്ങനെ വന്നതും ഇതിനുള്ളൊരു സിമിലാരിറ്റീസ് ഉണ്ടാകാനുള്ള കാരണങ്ങളും ഒക്കെ അതായിരുന്നു. ജയൻ നമ്മൾ എവിടെയായിരുന്നു ജയനെ പറ്റി ഇതല്ലായിരുന്നു, ഇവർ നേരത്തെ ഇരുന്ന വിശാഖപട്ടണം അല്ലേ, അവിടെ ജാവ കൃഷ്ണൻ നായരെന്നായിരുന്നു ജയനെ അറിഞ്ഞുകൊണ്ടിരുന്നത് അന്ന്. അതായത് ജയൻ അന്ന് അവിടെ നേവിയിൽ ഓഫീസറായിരുന്നു. അപ്പോൾ ആ ഓഫീസർ ഇങ്ങനൊരു ജാവ മോട്ടോർ സൈക്കിൾ. അപ്പോൾ എല്ലാവരുടെയും പെറ്റായിരുന്നു ജാവ കൃഷ്ണൻ നായർ വരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പെറ്റാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെൽ നീറ്റ് ഡ്രസ്. ബിഫോർ കമ്മിങ് ടു ദി ഇൻഡസ്ട്രി അതിനു മുമ്പും അദ്ദേഹം വെൽ നീറ്റ് ഡ്രസ്സാണ്. ചുമ്മാ പോവില്ല, ഷർട്ടൊക്കെ ഇൻ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് വെരി ഗുഡ് പേഴ്സണാലിറ്റി. ആ നേവിയിലുള്ള അതായത് മിലിറ്ററിയുള്ള ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ജയനെ കാണുമ്പോൾ തന്നെ മിലിറ്ററി എന്ന് പറയും. അങ്ങനെ ശരിക്കും കോലിളക്കം എന്ന് പറഞ്ഞ സിനിമയിലല്ലേ നമുക്ക് അദ്ദേഹത്തെ നഷ്ടമാണ്. അത് അതിന്റെ സെക്കൻഡ് പാർട്ട് ചേട്ടൻ എടുക്കുന്ന ഞാൻ അങ്ങനെ ഒരു ഐഡിയ ഇട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തൊക്കെ വന്നു. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വന്നപ്പോൾ പ്രൊഡ്യൂസർ മുങ്ങി. അല്ല ശരിക്കും ചേട്ടൻ അതൊരു സെക്കൻഡ് പാർട്ട് എടുക്കണം എന്ന് തോന്നിയതിൻ്റെ കാരണം എല്ലാവരും ജയൻ മരിച്ചു അല്ലേ, അതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നു. ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളത് നമ്മൾ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹം തിരിച്ചൊരു വരവുണ്ട്. ഒറിജിനൽ ജയനെ ഞാൻ കൊണ്ടുവരികയാണ്, മരിച്ച ജയനെ ഞാൻ കൊണ്ടുവരും. മനസ്സിലായല്ലോ, അതൊരു പാട്ടോടുകൂടി വരും. ഏത് പാട്ടാന്ന് വേറൊരു പടത്തിലെ അത് ഞാൻ മോളെ അതിൻ്റെ പാട്ട് വരെ അവിടെ നിന്ന് വാങ്ങിച്ചു. പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാൻമിഴി മലർ സരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ഗന്ധർവ സ്വരമാധുരി. ശരിക്കും രഘുചേട്ടാ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു ഹീറോയിനെ അതിനകത്ത് വിഷ്വൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഈ ആളെ എങ്ങനെ വരുന്നു എങ്ങനെ കൊണ്ടുവരുന്നുള്ള ജയൻ തന്നെയാണ് വരുന്നത്. ജയനെ കൊണ്ടുവരും. ഞാൻ ശരിക്കും രഘുവേട്ടൻ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെറൈറ്റി ഓഫ് വില്ലനാ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിലൊക്കെ കയറാനും വേണ്ടിയിട്ട് മാത്രമുള്ള വെറൈറ്റി ഇല്ലേ ചേച്ചി? ചേച്ചി എന്നെ ചിരിക്കുന്നത്. അല്ല, ഗിന്നസ് ബുക്കിൽ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം, കന്നഡ പടം ഞാൻ ചെയ്തു പണ്ട്. നമ്മുടെ ഒരു മലയാളി ഡയറക്ടർ ക്യാമറമാനാണ് അത് ചെയ്തത്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. 24 hours 48 hours എന്നും പറഞ്ഞത് ഇത് സാധ്യ. അത് സത്യത്തിൽ അത് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട്.
അതിനകത്ത് ആക്ടേഴ്സിൻ്റെ പേര് വന്നിട്ടുണ്ടോ, ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെ മാത്രമേ പേര് വന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പക്രു വരുന്നതിന് മുമ്പ് ഞാൻ ഗിന്നസ് ബുക്കിൽ വന്ന് കാണണം. ബട്ട് ഐ എം നോട്ട് ഷുവർ. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതായിരുന്നു വില്ലൻ വേഷത്തിൽ? എനിക്ക് എല്ലാം ഇഷ്ടം. ഓ, ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മൃഗയ. ഭയങ്കര ക്രൂരനാന്ന്. അവസാനം പേപ്പട്ടി അടിച്ച് മരിക്കുന്ന കണ്ട അല്ലേ? ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഇപ്പൊ വില്ലൻ വേഷം ചേട്ടൻ ഹ്യൂമർ ചെയ്യാറുണ്ട്, നല്ല ബഹള വീട്ടിൽ, ഇതൊക്കെയാന്നു. ചേട്ടൻ വീട്ടിലെങ്ങനെയാ? ഈ വില്ലത്തരം ഉണ്ടോ, അത് പക്കാ ഗ്രഹനാഥനാന്നോ, അതോ ഭയങ്കര ഹ്യൂമർ ആന്നോ? എന്നാ ഒരു ചേട്ടനാണ് വീട്ടിലുള്ള ചേട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ. നല്ലൊരു അച്ഛനാണ്. ആ, ദേഷ്യപ്പെടും? ദേഷ്യമുണ്ട്, ദേഷ്യം നന്നായിട്ടുണ്ട്. ആ, പേടിയാവും ദേഷ്യപ്പെടുമ്പോ. ഈ അപ്പൂപ്പനെ അല്ല ചാമി എപ്പോഴാ വഴക്കുണ്ടാക്കുന്ന വീട്ടില് അമ്മൂമ്മച്ചിയെടുത്ത്? ഞാൻ കണ്ടിട്ടില്ല. അയ്യോടി, മക്കള് പറയൂ. ഞാനും കണ്ടിട്ടില്ല. പറഞ്ഞു പഠിപ്പിച്ചല്ലേ പിള്ളേരെ? ഒരാളായിട്ട് മക്കളെ എവിടെയാ പഠിക്കുന്നേ? എവിടെയാ പഠിക്കുന്നേ? അതെവിടെയാ? അത് ഏത് സ്ഥലത്താ സ്കൂളുള്ളേ? തുംകുണ്ട. അതെവിടെയാ? ഹൈദരാബാദ്. അച്ഛൻ എന്താ ജോലി ചെയ്യുന്നേ? മെക്കാനിക്കൽ. മെക്കാനിക്കൽ എഞ്ചിനീയറാ? ഓക്കെ. ഏത് കോളേജാണ്? മോളോ? ചോദിക്കുന്നു. മോളോ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഞാൻ നേവി ചിൽഡ്രൻസ് സ്കൂൾ. അതെവിടെയാ ആ സ്കൂള്? അത് ഏത് സ്ഥലത്താ? ഡൽഹിയില്. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ നേവിയില്. ഓക്കെ. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെക്കേഷൻ ഇവിടെ വരുന്ന അപ്പൂപ്പൻ്റെ കൂടെ അല്ല ചാമിയുടെ കൂടെയും അമ്മൂമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നതാണോ ഇഷ്ടം, അവിടെ പഠിക്കാൻ പോകുമ്പോഴാണ് ഇഷ്ടം? രണ്ട് സ്ഥലത്തും ഇഷ്ടം. അങ്ങനെയില്ലല്ലോ, ഇവിടെ വരുമ്പോ ചാമിയും അമ്മൂമ്മച്ചിയും ഒരുപാട് ഇങ്ങനെ കൊഞ്ചിക്കുകയല്ലേ? ഇല്ല, ഇവിടെയാ ഇഷ്ടം. ഓ, അത് ശരി. ഇവിടെ വരുമ്പോ അമ്മൂമ്മച്ചി എന്നാ ഉണ്ടാക്കി തരും കുഞ്ഞിന്? സ്പെഷ്യൽ ഒക്കെ ഫുഡ്? വീട്ടിലത്തെ ആഹാരമാണ് ഇഷ്ടം. ഒരു കാര്യം ചെയ്യട്ടെ, ഈ ചാമി ഉണ്ടല്ലോ സിനിമയിൽ എല്ലാരും അങ്ങോട്ട് തല്ലും, ചാമിക്ക് ഇങ്ങോട്ട് തല്ല് കിട്ടും. അന്നേരം ചാമിക്ക് ഇങ്ങോട്ട് തല്ല് കിട്ടുമ്പോ ഒക്കെ സങ്കടം വരുമോ? അപ്പൊ എന്നാ തോന്നുമോ? ആ അങ്കിളിനെ തല്ലാൻ തോന്നുമോ? ചാമി അടിക്കുന്ന അങ്കിളിനെ കൊല്ലാൻ തോന്നും. ഓ, മോശമല്ലല്ലോ. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടൈമിംഗ് വേണം, അതായത് പറയും. അതിനെപ്പറ്റി ഒരു ക്ലാസ് ഞങ്ങൾക്ക് തരും. ഒരു ക്ലാസ്സും ഇല്ല, അത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഒരു നെല്ലടത്തെത്തിയാൽ അടി വീഴും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമുക്കറിയാൻ മേല. ഇപ്പൊ രഘുവേട്ടന് അതിന് നല്ലതായിട്ട് അറിയാൻ പറ്റും. വാട്ട് ക്ലാസ്? അത് ഒന്നുമില്ല, നമ്മൾ ഓരോ മാസ്റ്റർ വന്ന് ഓരോ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യുക, ആ ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ തിരിച്ചടിക്കുക. അപ്പോൾ ഈ തിരിച്ചടിക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മോളിൽ തന്നെ കാണിച്ചു അവിടെ ഇരുന്നാൽ ഇങ്ങനെ ഞാനിത് പിടിച്ചു. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇടി വരുന്നത് അവിടെ ഇരുന്നാൽ മതി, കൊള്ളത്തില്ല. എൻ്റെ ഇടി വരുന്നത് ഇതിനെയാണ്. അപ്പോൾ ഫേസ് അങ്ങോട്ടാക്കി. അപ്പോൾ ഇതിലേ പോവും കൈ, ഇത്ര അടുത്താണ് ഈ പോണത്. അപ്പോൾ ഇതെന്ത് വരുമെന്ന് വെച്ചാൽ ഈ അങ്ങോട്ട് പോകുന്ന ഫേസ് ഇങ്ങോട്ട് വരരുത്. ആ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. വന്ന ഇടി കിട്ടും, ഇല്ലെങ്കിൽ കൊണ്ടത് തന്നെയാ. എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ബാലേട്ടൻ മുതൽ ഇങ്ങോട്ട് ശരിക്കും അടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ബാലേട്ടനൊക്കെ ഒറിജിനലായിട്ട് അടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി എന്നെ ഇടിച്ചത് 14-15 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ എന്നെ ഇടി അടിച്ചേ? അമ്മാടി, ഓർക്കാൻ പോലും പോയി. അത് ഇവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ. കേമധുവിൻ്റെ ഏതായിരുന്നു? നരിമാൻ. അതിനകത്ത് ഞങ്ങളൊരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. അതിനകത്ത് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒക്കെ ഇട്ടയ്ക്ക് ചെറിയ രണ്ടുപേരും ഇത്രയും അടുത്ത് നിന്നൊരു പഞ്ച് ചെയ്യേണ്ട സംഭവമുള്ളൂ. ആ ഒരു പഞ്ചിൽ അതെന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ, സുരേഷ് ഒരു സ്റ്റെപ്പ് കയറി ഇടിച്ചു. അതാണ് കുഴപ്പമായത്. അതായത് നമുക്ക് ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്പ് എന്നേ ചെയ്യാവുള്ളൂ. സുരേഷ് ഇങ്ങോട്ട് വന്ന് ആവേശത്തിൽ ഒറ്റ കീറുകൂടങ്ങ് പൊട്ടിപ്പോയി. അവിടെ പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബ്ലഡൊക്കെ ഇങ്ങനെ വെച്ച് ബ്ലഡ് നിൽക്കുന്നില്ല, കാരണം തുറന്നു പോയി. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞാൻ ഷൂട്ട് ചെയ്തു. അതൊന്ന് ബാലങ്കി നായരുമായിട്ട് 1921 ലൈവ് ചേച്ചിയുടെ പടത്തിൽ വർക്ക് ചെയ്തപ്പോൾ ബാലേട്ടനെ ഇങ്ങനെ വട്ടം കയറി പിടിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ
അദ്ദേഹത്തിന് അതിലൊരു വെട്ടുകത്തി ഇരിപ്പുണ്ട്. ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ സ്റ്റൈൽ ഓഫ് വെട്ടുകത്തി യൂസ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന വെട്ടുകത്തിയാണ്. നമ്മൾ ഈ തേങ്ങ ഹുക്കി പോലെ കൊത്തുവാൾ പോലെ. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വന്നു. ഇങ്ങനെ നീ വാളിതാ ഇവിടെ കൊണ്ടു, അത് കീറി പൊളന്നു പോയി. ഇവിടെ ഇത്ര അങ്ങ് തൂങ്ങി. എന്നിട്ട് ഇത് കെട്ടി വെച്ചിട്ട് ഇതിൽ ഏറ്റവും വലിയ രസം മഞ്ചേരി ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഒരു വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് ടൗലെടുത്ത് വെച്ച് കെട്ടി നേരെ ഹോസ്പിറ്റലിനകത്ത് കൊണ്ട് നിർത്തി ഓടി ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഞാനിങ്ങനെ മുട്ടയൊക്കെ അടിച്ച് മേല് മുഴുവൻ എണ്ണയൊക്കെ എത്തിച്ചൊരു കയ്യിൽ മാത്രമേ ഉള്ളൂ. ഒന്നാലോചിച്ചോക്കളെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഓട്ടം തുടങ്ങി അവരോട്. കാരണം ഞാനിതിൻ്റെ വേദന കൊണ്ടാണ് ഈ പോണത്. അവിടെ ചെന്ന് ഡോക്ടറുടെ മുറിയിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ ഡോക്ടർ ചാടി, നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എൻ്റെ കൈ മുറിഞ്ഞു, എന്തായാലും ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നിങ്ങളവിടെ വല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പോവാ, എനിക്കൊന്നും ചെയ്യാക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ മനസ്സിലായി, നിങ്ങളെ കണ്ട ആർക്കാ മനസ്സിലാകാത്ത അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ആരുടെ കൊന്നിട്ട് പോയവന്ന്. ഈ ഡോക്ടർ അങ്ങ് വല്ലാതെ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇന്നാളാണ്. ശരിയാണ്, എന്ത് പറ്റി? അപ്പോഴാണ് ഡോക്ടർ അത് പേടിച്ചു പോകും. കാരണം എൻ്റെ ഈ വേഷവും ഈ മുട്ടത്താല് എണ്ണയൊക്കെ കയറി വരുന്നത്. പിന്നെ അങ്ങനെ കിടന്നിട്ട് ഇത് പച്ചയ്ക്ക് തയ്ച്ചു. ഞാൻ പറഞ്ഞു, പച്ചയ്ക്ക് തയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് കംപ്ലീറ്റ് തയ്ച്ചു. അതിൻ്റെ ഏറ്റവും വലിയ രസം അതല്ലേ, എല്ലാം തയ്ച്ചു. പിന്നെ ശശികണ്ഠൻ വന്നു, ബാലേട്ടൻ വന്നു, മമ്മൂട്ടി വന്നു. നീ ഇതെവിടെ പോയാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു, വണ്ടി എടുത്തിട്ട് പോയെന്ന് ഞങ്ങൾ പേടിച്ചു വന്നു. പിന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്തെല്ലാം റെഡിയാക്കി കെട്ടൊക്കെ കെട്ടി. അപ്പോൾ ശശിന് പറഞ്ഞു, നമുക്ക് ആ സീൻ കഴിഞ്ഞാൽ ആ സീൻ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഷോട്ട് എടുത്താലോ, അവനെ മാറ്റിയെടുത്ത്. ശശിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ. ഞാനവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് ശശിൻ ഇങ്ങനെ ആ ഷോട്ട് എടുത്ത ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് കണ്ട ഷോട്ട് അവനെ വിളിച്ച ശശികണ്ഠൻ ഇതൊക്കെ മറന്നു. ഈ വെട്ടുകൊണ്ടൊക്കെ ഡയറക്ടർ മറന്നു. അവനെ വിളിക്കുക ഞാൻ അത് ശരിയായില്ല. അത് എന്താണ് ബാലേട്ടൻ പിടിച്ച സമയത്ത് നീ വേറെ എവിടെ ശ്രദ്ധിച്ചില്ലേ? ഒന്നും എടുക്കുക അല്ലേ? ആ എടുക്കാമെന്ന് പറഞ്ഞു. ബാലേട്ടൻ വന്ന് മമ്മൂട്ടി വന്ന് പറഞ്ഞ് അവൻ്റെ കൈകൊക്കെ തയ്ച്ച് വെച്ചിരിക്കുക. അത് കുഴപ്പമില്ല, അത് നോക്കിക്കോളൂ നിങ്ങൾ റെഡിയാക്കിയെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ഷോട്ട് തുടങ്ങിയപ്പോൾ എല്ലാം മറന്നു. കാരണം നമ്മൾ കയറി അങ്ങ് വളരെ ഇതായി, എനർജറ്റിക്കായി. ഞാൻ കയറി ഇങ്ങനെ പിടിക്കുക, ഇവിടുന്ന് ഒരു 5 സ്റ്റിച്ച് അങ്ങ് വിട്ടുപോയി. പ്ലിക്കെന്ന് പറഞ്ഞ ചോരയെല്ലാം കൂടെ ബാലേട്ടൻ്റെ പിന്നെ അവിടെ നിർത്തി ഷൂട്ട്. രക്ഷയില്ലാതായി. കാരണം ഇത് പറഞ്ഞുപോയി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സിനിമ. ഒരുപാട് മമ്മൂട്ടി ഞാനും കൂടെ ഇൻസ്പെക്ടർ ബലറാമിന് രാത്രി 1:30 മണിക്കുള്ള ഷൂട്ടിങ്ങിന് ഞാനിങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് തല കൊണ്ടിങ്ങനെ ഹിറ്റ് ചെയ്യണം. അപ്പം മമ്മൂട്ടി ഇപ്പം ഞാൻ മോള് കാണിച്ച പോലെ അങ്ങോട്ട് പോകണം. അപ്പോൾ വെളുപ്പാങ്കാലം ഒരു 1:30-2 മണിയായി. അപ്പം വില്യംസ് ക്യാമറമാനുണ്ട്, എല്ലാവരും ഉണ്ട്, ശശികണ്ഠനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാനവിടെ ചെന്ന് ഇത് സംസാരിച്ച് ഞാൻ പറഞ്ഞു, നമുക്കത് ഒന്ന് സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് ഫ്രഷായില്ലെങ്കിൽ നമ്മളൊരു ഇതടിക്കും. ഞാനപ്പോഴും ഉറക്കമൊന്നുമില്ല, നമുക്ക് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. കുഴപ്പമൊന്നുമില്ല, ഷോട്ടല്ലോ ആരുടെ ലൈറ്റ്സ് എവറിത്തിങ് ഓക്കെ, എല്ലാവരും ഫ്രഷ് അല്ലേ, വില്യംസ് ഒക്കെ അറിയാമല്ലോ. ഇപ്പോൾ എന്നെ കളിച്ചിൻ്റെ മേളിക്കടൊക്കെ കയറി കിടക്കുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഞാൻ ഇങ്ങോട്ട് തല പോകുന്നു, മമ്മൂട്ടി ഇങ്ങോട്ട് തല പോകുന്നു, ഒറ്റ ഇടി ഇവിടെ. എൻ്റെ രസം എന്താണെന്നറിയാം നമ്മളെ, ഈ ഇടി ഇവിടെ ആയിരുന്നെങ്കിൽ അതുപോലെ ഷാജിയുടെ ചില പടങ്ങളിലൊക്കെ ചില രഘുവേട്ടാ അതാ അവനെ ഇടിക്കുക, അവനൊന്നും അറിയില്ല. ഈ പുതിയ പിള്ളേർ അഭിനയിക്കാൻ വരും. അപ്പോൾ അവർ ഭയങ്കര സ്റ്റൈലിലൊക്കെ വന്നിട്ട് ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് മറ്റേ ബ്ലൂ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഷാജി എടുത്ത് സ്ഥലം ഷോർട്ട് രഘുവേട്ടാ ഒരുത്തനെ വിടുന്നുണ്ട്, ഒന്ന് നോക്കിയോളെ. അപ്പോൾ 1 എടുത്ത് 2 എടുത്ത് 3 എടുത്ത് 4 എടുത്ത് ഷാജി എഴുതുന്നു. ഓ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നെ. ഷാജിയുടെ ഒരു സ്വഭാവമുണ്ട്, ഭയങ്കര രസമാണ്. അങ്ങനെ ഇരുന്നൊരു 5-6 പ്രാവശ്യം കഴിയുമ്പോൾ എന്നെ വിളിക്കും, ചേട്ടാ ഈ ഷോട്ട് റെഡിയാക്കിയേക്കണേ. ഞാൻ അങ്ങനെ ഓക്കെ. അതിനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഒരു ചവിട്ട് വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പോയി ഓക്കെ, അവന് സമാനമായി. അപ്പോൾ ഷാജി പറഞ്ഞു, ഇതുപോലുള്ള ഷോട്ടിന് ചേട്ടൻ തന്നെ വേണം. ഓക്കെ, അടുത്ത ഷോട്ട്. ഇത്രേ ഉള്ളൂ സംഭവം. അത് എന്താണെന്നറിയാം മോളെ, ഇപ്പോൾ മോള് ചോദിച്ചതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിങ് ആണ്. ഈ ഒരു ആ ഒരു സാധനമാണ്, അത് ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ എല്ലാത്തിലും ടൈമിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റിയ ആൾ മോഹൻലാലാണ്.
ഇത്ര ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഐ സോങ്ങിനാണെങ്കിലും ഫൈറ്റിനാണെങ്കിലും സീനിനാണെങ്കിലും പെർഫെക്റ്റ് അദ്ദേഹം. മമ്മൂട്ടി നല്ല ടൈമിംഗ് ആണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ബോഡി ലാംഗ്വേജിലായാലും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ചേട്ടൻ ഈ രാഷ്ട്രീയത്തിൽ വന്ന എങ്ങനെയാ? അതൊന്നും പറയാനില്ല. അതൊന്നും പറയണ്ട അവസ്ഥയാ. അതല്ല രാഷ്ട്രീയത്തിൽ വന്ന ഏറ്റവും വലിയ രസമാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇലക്ഷൻ്റെ ഒരു പരിപാടിയുണ്ട്, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിൽക്കുന്നൊന്നുമില്ല. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. പാർട്ടി ആരെങ്കിലും ഒരു പാർട്ടി വിളിച്ചാൽ ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത് BJPയുടെ ഓഫീസിൽ നിന്ന്. സംബഡി ഈസ് വാണ്ട് ടു സീ യു ടു ഡിസ്കസ് സംതിങ്. ഓക്കെ, ഞാൻ പറഞ്ഞു വെൽക്കം, നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അത് നമുക്കൊരു കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പറയാം സാർ, അതിപ്പോൾ അല്ല, 2 ദിവസം സമയമുണ്ടല്ലോ. പക്ഷേ 1-2 ആൾക്കാരുടെ അടുത്തേക്കും ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിലും ചേട്ടാ BJPക്കാർ വിളിച്ച സ്ഥിതിക്ക് BJP എന്ന് പറയുന്നത് ഇപ്പോൾ സെൻട്രൽ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പർ ആകുക അല്ലെങ്കിൽ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ്. അവിടെ ജൈവ തോൽവി എന്നുള്ളതല്ല, കാൻഡിഡേറ്റ് ആവുക. ചേട്ടാ ഇനി ഞാൻ അപ്പവും മീൻകറിയും വിളമ്പട്ടെ. അപ്പോൾ ഏതായാലും മോന് മോള് നന്നായിട്ട് പാട്ടുകൾ. അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ പാട്ടുകൾ കേട്ടാൽ പിന്നെന്താ മോനൊരു പാട്ടൊരു എന്താ പാട്ടാണോ കവിതയാണോ ഇപ്പോൾ സിനിമാ പാട്ടാണോ അതാ പാടാൻ ഉദ്ദേശിക്കുന്നത്? കവിത. അപ്പോൾ ഒരു കവിത പാടാം അല്ലേ? തുടങ്ങി ഇഷ്ടമുള്ള ഒരു കവിത പാട്ട്. അമ്മ തിരുമൊഴി മലയാളം അൻപു ചുരത്തും മലയാളം അതിൻ്റെ മധുരാക്ഷരമോരോടും അറിവൻ വിത്തായി മാറും. ഭാഷ നമ്മെ വളർത്തും, ഭാഷയെ നമ്മൾ വളർത്തേണം. മലയാളത്തിൽ നമ്മൾ പഠിക്കും കളയും ശാസ്ത്രമൂറുപോലെ. സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം ഭാഷ പഠിക്കണം. സ്വാതന്ത്ര്യത്തിൽ അമൃതം നേടാൻ മാതൃഭാഷ പഠിക്കണം. വെരി ഗുഡ്. നല്ല അസലായിട്ട് പാടി. മോൾ എന്നാ പാട്ടാ പാടുന്നേ? സിനിമ പാട്ട്. ഞാൻ പറയാൻ വരും. എന്നോ ഞാൻ നിന്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീൻ തേനി ഞാൻ നെച്ചു കീനാവിൻ്റെ പൊൻപൂവൽ കൊണ്ട് പങ്കലിട്ടു. മിണ്ടാതെത്തിയ പാട്ടൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്ന് തൊട്ടു. രണ്ടാമ്മാവിൻ്റെ ജീവനാ മുത്താവ് എന്നെ വന്ന് തൊട്ടു. ഇരുട്ടിൽ കൂട്ടി കൊണ്ടേട്ടു. വെരി ഗുഡ്. ഇനി ചേച്ചി മാത്രമേ പാടാന്നേ ഉള്ളൂ കേട്ടോ. എല്ലാരും പാടിക്കഴിഞ്ഞു. അപ്പൊ ചേച്ചി എനിക്ക് പാട്ട് പാടൂ, ഇതിന്റെ അഭിപ്രായം പറയൂ. എന്റെ പാട്ടാണ് ഈ പാടിയത്. ഓ, ചേച്ചി പഠിപ്പിച്ചേ. അതങ്ങ് നല്ല സുന്ദരമായിട്ട് എസ്കേപ്പ് ചെയ്യുന്ന പാട്ടാണ്. എന്തോ കൊച്ചാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉപ്പില്ല, പുളിയില്ല, എരിവില്ല. എന്ത് മീകരുത് കഴിക്കണ്ട, വെള്ളം കുടിച്ചോ. അത് പറ്റില്ല. ഉപ്പും പുളിയും അതൊന്നുമില്ല. എന്നെ വിളിച്ചു വരുത്തില്ല. ഇതിനകത്ത് ഉപ്പുമില്ല, മുളകുമില്ല. ഇതെന്ത് ആനീസ് കിച്ചണിൽ വരുമ്പോൾ, അതായത് ഇത് കാണുന്ന സമയത്ത് ആനി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ജനങ്ങൾ പറഞ്ഞാൽ എൻ്റെ വൈഫ് എന്നെ കണ്ട് പറഞ്ഞ് ഒരു ശരിയാണ്, നമ്മൾ പോകുമ്പോൾ നല്ല ആഹാരം കിട്ടും എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് ഞാനിവിടെ വന്നത്. ഇതിവിടെ വന്നപ്പം ആനയുടെ ചെവി പോലെ 2 സാധനം തന്നിട്ട് പോലെ മീൻകറി ഉണ്ടാക്കിയിട്ട് അത് വായി വെച്ചപ്പോൾ ഉപ്പുമില്ല, പുളിയില്ല, ടേസ്റ്റും എന്തോന്നാ കൊച്ചത്.
ഉള്ള കാര്യം പറയാണ്. ഇത് ഞാൻ ആദ്യം തന്നെ എടുത്ത് മണപ്പിച്ച് നോക്കി. കള്ളല്ല, ഈസ്റ്റ് എന്താ സാധനമുണ്ട്. ഇതൊക്കെ എങ്ങനെയാ മോളെ ഇത് ഞങ്ങളുടെ നാട്ടിൽ കള്ള് കിട്ടുകയില്ല. ഞങ്ങളുടെ ആനി കിച്ചണിൽ കള്ള് കയറ്റുകയില്ല. ഗവൺമെന്റ് ആയിട്ട് നിരോധിച്ചിരിക്കുക. ഗവൺമെന്റ് നിരോധിക്കുന്നു. ഞാനിവിടെ ഈ ആനി കിച്ചണിൽ ആഹാരം കഴിക്കാൻ വന്നിട്ട് നല്ല വയറ് നിറച്ച് ടേസ്റ്റായിട്ട് കഴിക്കാൻ വന്നാണ്. വായി വെച്ചപ്പോ ദുഃഖമല്ല. കാരണം അത് ഞാനിത് ഇങ്ങനൊന്നും അല്ല ഫുഡ് പ്രതീക്ഷിച്ചത്. എന്നാ രഘുവേട്ടാ, അന്യദേശത്തെ ഒരു കറി കഴിക്കണമെങ്കിൽ ആനീസ് കിച്ചണിൽ വരണം. ഇത് സൗത്ത് ആഫ്രിക്കൻ ഫിഷ് കറി. കറുത്ത കളറും ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കറിക്ക് കറുപ്പെന്ന് പറഞ്ഞ ഏക വ്യക്തി രഘുവേട്ടനല്ലാതെ ആരുമല്ല. അയ്യോ, കറിവേപ്പില കണ്ടിട്ട് കറുപ്പെന്ന് പറയുന്നത് ആഹാരത്തെ കുറ്റം പറയാം. ആഹാരത്തെ കുറ്റം പറയുന്നില്ല, ആഹാരത്തെ കഴിക്കരുതെന്നുള്ളൂ. ഇരുത്തിക്കൊണ്ട് കുറ്റം പറയാം. അപ്പൊ അല്ല, മോളോട് തിരുന്നോട്ടെ, ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചേക്കാം. ഇരിക്കല്ലേ ഇത് മൊത്തം കഴിക്കണമെങ്കിൽ. ഞാൻ ഇനി ആദ്യം പോലെ ആദ്യമല്ലോ പിന്നെ ഇത്ര ഞാൻ തിന്നില്ല, നമുക്ക് വലിച്ചു പറിച്ചിട്ട് നോക്കട്ടെ. അമ്മേ, എനിക്ക് ഇഷ്ടപ്പെടണേ. അല്ലെങ്കിൽ പിന്നെ ഇല്ല. പിന്നെ പന്തിക്ക് കണ്ണുകൊണ്ടുകൂടാ. ഒച്ചത്തിൽ പറഞ്ഞ എന്റെ പ്രേക്ഷകരൊന്ന് കേക്കട്ടെ. രഘുവേട്ടാ, ഇനി വിണ്ടുവരാ. ആനീസ് കിച്ചണിലെ ഫുഡ് കൊള്ളുകയല്ല. ഇത് എന്നാ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഇതാണോ മീൻകറി എന്നൊക്കെ ചോദിച്ച രഘുവേട്ടൻ പന്നിക്ക് കണ്ണ് കണ്ടുകൂടാന്നാ പറഞ്ഞ. ഇറക്കി വെച്ച് പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. തിന്നുമ്പോ പന്നിക്ക് കണ്ണ് കണ്ടുകൂടാ. അന്നേ ചിപ്പ ഇനി ഒന്ന് പറഞ്ഞേ, കണ്ണ് കാണാമെങ്കിൽ ഒന്ന് പറഞ്ഞേ. എന്റെ പ്രേക്ഷകർക്കൊന്നും ഉണ്ടാക്കണ്ടായോ? എന്റെ പൊന്നു മോളെ, ഞാൻ ഇതുവരെ ഇതുപോലെ ടേസ്റ്റുള്ളൊരു ആഹാരം കഴിച്ചു. എൻ്റെ അമ്മയാണ് ഉള്ള നേരാണ്. അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയ. ഇപ്പം കാരണം ഇവള് മീൻകറി ഉള്ളത് നന്നായിട്ട് അസറായിട്ട് മീൻകറി ഉണ്ട്. പക്ഷെ അത് ഈ സ്റ്റൈലല്ല, നാടൻ സ്റ്റൈൽ നന്നായിട്ടുള്ളത്. എന്നാ രഘുവേട്ടൻ എന്റെ അടുക്കളയിൽ വരുമ്പോ ഒരു സ്പെഷ്യൽ ഡിഷ് കൊടുക്കാന്നും പറഞ്ഞാന്ന് ഞാൻ ഇത് ഉണ്ടാക്കി തന്നു. പിന്നെ മോളെ, നീ നേരത്തെ പറഞ്ഞ ആഫ്രിക്കയാണോ അന്റാർട്ടിക്കയാണോ എന്ത് പണ്ടാരായാലും ശരി, അസാധ്യ ടേസ്റ്റ്. കറി വിളമ്പ്. എന്താ കറി വിളമ്പാൻ? എനിക്ക് ചെവി കേക്കാൻ മേല. മനസ്സിലായി. നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ എന്തോരം ചീത്ത പറഞ്ഞതാ. ഇതാണോ വെള്ളയപ്പം? ആനയുടെ ചെവി പോലെ കൊണ്ടാക്കി വെച്ചേക്കുക. ചേട്ടാ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയെയും കൂടെ കൊണ്ടുവന്ന് എൻ്റെ അടുക്കളയിൽ. അതിലും ഏറെ സന്തോഷം എന്താ അറിയോ? കുഞ്ഞു മക്കളും കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇതാദ്യമാ ഒരു കുഞ്ഞു മക്കളും കൂടെ എൻ്റെ ഈ പേരക്കുട്ടികൾ എൻ്റെ ഷോയിൽ വന്ന് ഇത്രയും ആസ്വദിച്ച് പാട്ടൊക്കെ പാടി എന്നോട് ഇത്രയും വർത്താനമൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അവരെ കൊണ്ടുവരാൻ ഇനിഷ്യേറ്റീവ് എടുത്തതിന് രഘുവേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. അല്ലാതെ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് ഞാനല്ല, എൻ്റെ വൈഫാണ്. ശരിക്കും ഇവന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹൻ സ്ഥലത്തില്ലാലും അവനൊന്ന് ഉച്ചയ്ക്കാവാന്ന് ചെന്നൈക്ക് പോയിരിക്കും. സന്തോഷം രഘുവേട്ടാ. ഐ എം സോ ഹാപ്പി. എൻ്റെ ഈ ഒരു അനിയത്തിയുടെ ഷോയിൽ വന്ന് ഇത്രയും സന്തോഷവും ബഹളവും എല്ലാം വെച്ച് ഒരു ജ്യേഷ്ഠൻ വന്ന ആ ഒരു ബഹളം അത് വേണമല്ലോ. പിന്നെ താങ്ക് യു വെരി മച്ച്. അതാണ് ഏറ്റവും വലിയ ആവശ്യം. സത്യം. ആ വാല്യൂ, ആ ബന്ധങ്ങളുടെ വാല്യൂ ഒക്കെ പറഞ്ഞു തന്ന രഘുവേട്ടന് താങ്ക് യു വെരി മച്ച്. ഇനി ഇതേപോലെയാണ് രഘുവേട്ടൻ. ഒരു ദേഷ്യം നമ്മുടെ ഒരു വീട്ടിലെ ഒരു അംഗം പോലെയാ ഈ പറഞ്ഞ കൂട്ടി. ഇവിടെ കണ്ടില്ലേ രഘുവേട്ടൻ എന്താണെന്ന്. പിന്നെ ഈ രഘുവേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഓളം തന്നെ പ്രത്യേകമാന്നു. പിന്നെ ഈ വഴക്കുണ്ടാക്കിയത് ചുമ്മാ നമ്പർ ഇട്ടതാ. ഇപ്പൊ കഴിക്കുന്ന കാണാമെന്നില്ലേ, അത് തന്നെയാ ഉള്ളത്. ചുമ്മാ അങ്ങ് ആദ്യം നമ്മളെ അങ്ങ് വരട്ടുവേ, എന്നിട്ടുള്ളതുപോലെ അങ്ങ് പറയും. പക്ഷെ എന്തായാലും സന്തോഷമായി ഇവിടെ വന്നതിൽ എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും. ഇതേപോലെ നല്ല നല്ല എപ്പിസോഡ്, നല്ല എന്താ പറയാ, ഉന്മേഷത്തോടു കൂടി ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ. Till then, goodbye.